ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജോസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ എത്ര നരച്ച മുടിയാണ് എന്നുണ്ടെങ്കിലും മീശയും താടിയും ഒക്കെയാണ് എന്നുണ്ടെങ്കിലും തികച്ചും നാച്ചുറലായിട്ടുള്ള രീതിയിൽ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് കറുപ്പിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള ഒരു ഡൈ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കണേന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമായിട്ടുള്ളത് ഇതുപോലൊരു മീഡിയം സൈസിലുള്ളൊരു ബീട്രൂട്ടാണ്. അപ്പോൾ ബീട്രൂട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ നമ്മൾ എടുക്കണം. വാടിപ്പോയതോ അങ്ങനെയുള്ളതൊന്നും തന്നെ എടുത്താൽ അത് നല്ല കറക്റ്റായിട്ടുള്ള രീതിയിലുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ബീട്രൂട്ട് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, മുടിക്ക് നല്ല ബ്ലാക്ക് കളറ് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മുടിയിൽ നല്ല സ്ട്രോങ് ആയിട്ട് മുടി വളർന്നു വരാൻ വേണ്ടിയിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ നമ്മൾ അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതെല്ലാം ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പനിക്കൂർക്കയിലയാണ്. അപ്പോൾ പനിക്കൂർക്കയില നമ്മൾ ഇതിലെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മുടിക്ക് നമ്മൾ ചില പാക്കുകളൊക്കെ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ തലവേദന കാര്യങ്ങളെല്ലാം ഉണ്ടാവാറുണ്ട്, മുടി കൊഴിച്ചിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പനിക്കൂർക്കയില നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പനിക്കൂർക്കയില മുടിയുടെ ആ ഒരു കറുപ്പ് കളറ് നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറാൻ, താരൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പനിക്കൂർക്കയില എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജലദോഷം, നീർവീഴ്ച ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ഈ ഒരു പാക്കിൽ നമ്മൾ പനിക്കൂർക്കയില എടുക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ കുറച്ച് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം. ഒട്ടും തന്നെ കഷ്ണങ്ങളൊന്നും അവിടെ ഇവിടെ കിടക്കാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം നമുക്ക് ഒരു കണ്ണിയാകലുള്ള ഒരു അരിപ്പയിലൂടെ തന്നെ നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിലുള്ള ഒരു ജ്യൂസ് മുഴുവനായിട്ട് കിട്ടുന്നത് പോലെ തന്നെ നമ്മളത് നന്നായിട്ട് പ്രസ് ചെയ്ത് തന്നെ അതിലുള്ള ജ്യൂസ് എല്ലാം തന്നെ നമ്മളെടുക്കുക. അപ്പോൾ ഇതുപോലെയുള്ള ഒരു വെള്ളമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു 1-1.5 ഗ്ലാസ് വെള്ളം നമുക്ക് ഒരു ജ്യൂസ് നമ്മൾ എടുക്കണം ആദ്യം തന്നെ. അതിനുശേഷം നമ്മളിത് സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മളിത് നന്നായിട്ട് തിളപ്പിച്ച് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ 1.5 ഗ്ലാസ് വെള്ളം എന്ന് ഉള്ളതൊക്കെ നമുക്കൊരു 1 ഗ്ലാസ്സോളം ഒക്കെ ആക്കിയിട്ട് മാറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇത്രയൊക്കെ ആയാൽ മതി, കളറൊക്കെ കുറച്ചൊന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഒരുപാട് തണുത്ത് പോകണ്ട, കുറച്ച് ചെറിയൊരു ചൂടിൽ വേണം നമ്മളിത് വെക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലൊരു ഇരുമ്പിൻ്റെ പാത്രമാണ് കേട്ടോ. അപ്പോൾ ഇരുമ്പിൻ്റെ പാത്രം നമ്മൾ എടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഈ ഒരു പാക്ക് തയ്യാറാക്കുമ്പോഴാണ് മുടിക്ക് നല്ല ഒരു കറുപ്പ് കളർ നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് കേട്ടോ, പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് മൈലാഞ്ചിപ്പൊടിയാണ്. അപ്പോൾ മൈലാഞ്ചിപ്പൊടി എടുക്കുമ്പോഴും ശ്രദ്ധിക്കണം, നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ നമ്മൾ എടുക്കണം. എക്സ്പയറി അടുത്തതൊന്നും ആയിട്ടുള്ളത് നമ്മൾ എടുക്കരുത്. അപ്പോൾ ഞാനൊരു പാക്കറ്റ് മുഴുവനായിട്ട് തന്നെ ഞാൻ എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ബീട്രൂട്ടിൻ്റെ ആ ഒരു ജ്യൂസ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു മിക്സ് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കുറച്ച് ഒരുപാട് ലൂസാവാത്ത രീതിയിൽ നമ്മൾ കുറേശ്ശെ ആയിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മൈലാഞ്ചി പൊടി ഒക്കെ വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ, മൈലാഞ്ചി ഉണ്ട് എന്നുണ്ടെങ്കിൽ, അപ്പോൾ സാധാ മൈലാഞ്ചിയില നമുക്ക് ഈ ഒരു ബീട്രൂട്ടിൻ്റെ ജ്യൂസിൽ നമുക്ക് അരച്ചിട്ട് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഒട്ടും തന്നെ കട്ടകളില്ലാത്ത രീതിയിൽ വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ലൂസായാൽ അത് ഒലിച്ചിറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് തിക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, എല്ലായിടത്തും എത്താത്ത രീതിയിലും ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മുടെ ആ ഒരു പാകത്തിനനുസരിച്ച് വേണം നമ്മൾ തയ്യാറാക്കി വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു ഓവർനൈറ്റ് മുഴുവൻ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുകയാണ് വേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ ഒരു 3-4 മണിക്കൂറെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോഴേക്കും ഇത് ഈ ഒരു രീതിയിൽ നമുക്കിത് കളറൊക്കെ ഒന്ന് ബ്ലാക്ക് കളറിലേക്ക് ആയിട്ട് നല്ല രീതിയിൽ നമുക്കത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഓവർനൈറ്റ് വെക്കാൻ പറ്റാത്തവർ ഈ ഒരു രീതി ഒരു 3 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു ബ്ലാക്ക് കളറ് എല്ലായിടത്തും ആവുന്നത് പോലെ ഈ ഒരു രീതിയിൽ തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കുക.
അപ്പോൾ അതാ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നാരങ്ങയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ചെറിയ നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വലിയ നാരങ്ങയ്ക്കാണ് എന്നുണ്ടെങ്കിൽ ഒരു പകുതിയൊക്കെ തന്നെ മതിയാവും. അപ്പോൾ ചെറുതായത് കാരണം ഞാൻ ഒരു നാരങ്ങ തന്നെ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി പെട്ടെന്ന് നമ്മുടെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് സമയമൊന്നും വെക്കാതെ തന്നെ നമുക്ക് നല്ല ഒരു കളർ നമുക്ക് ഈ ഒരു നാരങ്ങ നീര് ഇതിലേക്ക് ചേർക്കുന്നത് കൊണ്ട് കിട്ടുന്നതാണ്. പണ്ടൊക്കെ നമ്മൾ മൈലാഞ്ചിയൊക്കെ കയ്യിലൊക്കെ ഇടുന്ന ഒരു സമയത്തൊക്കെ ഇതേപോലെ നാരങ്ങയൊക്കെ അതിൻ്റെ മുകളിൽ പിഴിഞ്ഞൊഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ കളറാക്കി എടുക്കാറുണ്ട്. അതൊക്കെ പണ്ടൊക്കെ ചെയ്തിരുന്ന ഒരു രീതിയാണ്. അപ്പോൾ ആ ഒരു രീതി തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അപ്പോൾ അത് നല്ലപോലെ തന്നെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്കിത് കിട്ടേണ്ടത് കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെയാണ് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് കാണാം. അപ്പോൾ മുടി ആദ്യം തന്നെ നമ്മൾ നന്നായിട്ട് ഷാമ്പൂ ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഒട്ടും തന്നെ ഓയിൽ നമ്മുടെ മുടിയിൽ ഉണ്ടാവാൻ പാടില്ല. ഓയിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ തന്നെ അപ്ലൈ ചെയ്താലും അതിൽ ആ ഒരു നല്ല രീതിയിലുള്ള കളർ നമുക്ക് കിട്ടില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് എത്രത്തോളം നരയുണ്ട് അതിനനുസരിച്ച് നമ്മുടെ മുടിയിൽ ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ നെറ്റിയുടെ ഭാഗത്തും സൈഡിലൂടെയും അതുപോലെ തന്നെ ആ ഒരു ചെവിയുടെ ഭാഗത്തൊക്കെ ആയിട്ട് കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തട്ടുന്നിടത്തൊന്നും തന്നെ കളറ് പിടിക്കില്ല കേട്ടോ. അതല്ലെങ്കിൽ വാസലിന് അപ്ലൈ ചെയ്താലും മതിയാവും. എന്നിട്ട് കൈ കൊണ്ട് നല്ലപോലെ ഇതേപോലെ പ്രസ് ചെയ്തിട്ട് എല്ലായിടത്തും ആക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു മണിക്കൂർ തൊട്ടൊരു 2 മണിക്കൂർ വരെ മാത്രം നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ് വേണ്ടത്. അത് 2 മണിക്കൂറിന് ശേഷം നമ്മൾ നോർമൽ വാട്ടറിലാണ് നമ്മളിത് കഴുകി കളയാനായിട്ട് പാടുള്ളൂ. ഇത് കഴുകി കളയുമ്പോൾ നമ്മൾ ഷാമ്പൂ, സോപ്പ്, താളി ഇങ്ങനെയുള്ളതൊന്നും തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് വെള്ളമാണ്. അപ്പോൾ ഞാനിതുപോലെ കുറച്ച് വെള്ളം ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വീണ്ടും നമുക്ക് ആവശ്യമായിട്ടുള്ളത് പനിക്കൂർക്കല തന്നെയാണ്. ഇതിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആ ഒരു ഉപയോഗം തന്നെയാണ് ഇതിൽ നമുക്ക് കിട്ടുന്നത്. അലർജി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവർക്കും അതുപോലെ തന്നെ ചൊറിച്ചിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നവർക്കും തലവേദന ഉള്ളവർക്കും ഒക്കെ നമുക്ക് അതെല്ലാം മാറാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് നമ്മൾ ഈ ഒരു പനിക്കൂർക്കല എന്ന് പറയുന്നത്. കുറച്ച് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. ആ ഒരു ഇലയിലുള്ള ആ ഒരു എസൻസ് മുഴുവൻ നമുക്ക് ആ ഒരു വെള്ളത്തിലേക്ക് കിട്ടുന്നത് പോലെ നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അത് നല്ലപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ചെറിയ ചൂടോട് കൂടിയാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നീലാമരിയാണ്. അപ്പോൾ നീലാമരി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, മുടി കറുപ്പിക്കാൻ എടുക്കുന്നത് തന്നെയാണ് നീലാമരി എന്ന് പറയുന്നത്. അപ്പോൾ അതെടുക്കുമ്പോൾ നമ്മൾ തികച്ചും എന്താ പറയുക ഓർഗാനിക് ആയിട്ടുള്ള രീതിയിലുള്ളത് തന്നെ നമ്മൾ എടുക്കണം. നല്ല ഫ്രഷ് ആയത് തന്നെ നമുക്കത് കിട്ടണം. എങ്കിലാണ് അത് നല്ല ഒരു കറക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ കെമിക്കലുകളൊക്കെ അടങ്ങിയിട്ടുള്ള നീലാമരിയൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ നീലാമരി വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മുഴുവനായി തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റ് മുഴുവനായി തന്നെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ വെള്ളം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ ചൂടോട് കൂടിയാണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് വേണം നമ്മൾ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഒരു ലൂസിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഒരു 5 മിനിറ്റ് തൊട്ടൊരു 10 മിനിറ്റ് അതിൻ്റെ ഇടയിൽ നമ്മളിത് മുടിയിൽ അപ്ലൈ ചെയ്യാണ് വേണ്ടത്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് വെച്ചപ്പോഴേക്കും അതിൻ്റെ കളറൊക്കെ ഒന്നുകൂടി ഒന്ന് ഡാർക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല പ്യുവറായിട്ടുള്ള നീലാമരിയാണ്. ഇനി നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൈലാഞ്ചിയൊക്കെ ഇട്ടതിന് ശേഷം മുടി നന്നായിട്ട് കഴുകിയിട്ട് മുടി നല്ലപോലെ ഡ്രൈ ആയതിന് ശേഷം ഇപ്പോൾ മൈലാഞ്ചി ഇട്ടിട്ട് ഒരു 3 മണിക്കൂറെങ്കിലും നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ രാവിലെ മൈലാഞ്ചി ഇട്ടതിന് ശേഷം നമുക്ക് വൈകുന്നേരം നമുക്ക് ഈ ഒരു നീലാമരി നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നല്ലപോലെ തന്നെ എല്ലായിടത്തും തട്ടുന്ന രീതിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കൈകൊണ്ട് നല്ലപോലെ തന്നെ പ്രസ് ചെയ്ത് ഉള്ളിലേക്കൊക്കെ ആക്കി കൊടുക്കുക. അപ്പോഴാണ് ആ ഒരു ഭാഗത്തെല്ലാം തന്നെ കളർ കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഹെന്ന പാക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു നീലാമരി ചെയ്യുമ്പോഴാണ് നല്ല ഡാർക്ക് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ, നല്ലൊരു കറുപ്പ് കളർ കിട്ടുള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെറ്റിയിലൊക്കെ ഒരു വാസലിനോ ഓയിലോ എന്തെങ്കിലുമൊക്കെ പുരട്ടി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ 1 മണിക്കൂർ മാത്രം റെസ്റ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ കഴുകിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ 100% തന്നെ ഇത് നല്ലപോലെ കറുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായ രീതിയിൽ നമുക്ക് ഇതുപോലെ
കറുപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.